ദ യെല്ലോ അംബ്രല്ല, മഞ്ഞ കുട. വി ഓൾ ഹാവ് മെമ്മറീസ്, നമുക്കെല്ലാവർക്കും ഓർമ്മകളുണ്ട്. സം ഓഫ് ദം ആർ പ്ലസൻറ്റ്, അവയിൽ ചിലതൊക്കെ സന്തോഷം നിറഞ്ഞതാണ്. സം ഓഫ് ദം ആർ പെയിൻഫുൾ, ചിലതൊക്കെ വേദനകൾ നൽകുന്നതാണ്. വി സംടൈംസ് കം അപ്പോൺ ബാഡ് ടൈംസ്, നമ്മൾ ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ മോശമായ അവസ്ഥകളിലൂടെ കടന്നു പോവാറുണ്ട്. മെമ്മറീസ് ഓഫൺ മേക്ക് ദം മോർ പെയിൻഫുൾ, ഓർമ്മകൾ ചിലപ്പോഴൊക്കെ നമ്മളെ കൂടുതൽ ദുഃഖിതരാക്കുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടകരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അവയെപ്പറ്റിയുള്ള ഓർമ്മകൾ നമ്മളെ വീണ്ടും വീണ്ടും ദുഃഖിതരാക്കും. ഒക്കേഷണലി എ മെമ്മറി awakens in us the desire to possess something. ഇടയ്ക്കിടെ ചില ഓർമ്മകൾ നമ്മളിൽ എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം ഉണർത്തുന്നു. ഒക്കേഷണലി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ, awakens എന്ന് പറഞ്ഞാൽ ഉണർത്തുക, ഡിസയർ ആഗ്രഹം, പൊസസ് എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കുക. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വസ്തുക്കളുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ അവയെ സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം ഇടയ്ക്കിടെ നമ്മളിൽ ഉണ്ടാവും. The desire often has nothing to do with the intrinsic value or price of the object. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ അതിനോടുള്ള സഹജമായ അല്ലെങ്കിൽ അതിൻ്റെ അന്തർലീനമായ ഒരു വില. പ്രൈസ് എന്ന് പറഞ്ഞാലും വിലയാണ്. അപ്പം ആ ഒരു സ്വന്തമാക്കാനുള്ള ആ ഒരു വസ്തുവിൻ്റെ വിലയോ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യമോ ഒന്നും നോക്കിയിട്ടായിരിക്കില്ല നമ്മൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. മറിച്ച് ആ വസ്തുവിന് നമ്മുടെ ജീവിതത്തിലുള്ള ആ ഒരു സ്വാധീനമാണ്, അതാണ് നമ്മളെ അത് സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇറ്റ് ബിക്കംസ് വാല്യുബിൾ ടു ആസ് ത്രൂ ഇറ്റ് അസോസിയേഷൻ വിത്ത് അവർ മെമ്മറി. നമ്മുടെ ഓർമ്മകളുമായി ഒരു വസ്തുവിന് എങ്ങനെയൊക്കെ ബന്ധമുണ്ടോ ആ വസ്തുവിനെ സ്വന്തമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എ യെല്ലോ അംബ്രല്ല മേ ലുക്ക് എ വെരി ട്രിവിയൽ ഒബ്ജക്റ്റ് ടു യു. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ നോട്ട് ഇമ്പോർട്ടൻ്റ്, വളരെ വിലയൊന്നും ഇല്ലാത്തത്. അതായത് ഒരു മഞ്ഞ കുട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും തോന്നില്ല. ഇറ്റ് ഈസ് നോട്ട് എനിത്തിങ് ദാറ്റ് യു ബാഡ്ലി വിഷ് ടു ഓൺ. അത് നിങ്ങൾക്കൊരിക്കലും അത്രമേൽ ആഗ്രഹമൊന്നുമില്ല ഒരു മഞ്ഞ കുട സ്വന്തമാക്കണമെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? അത്രയേറെ ബാഡ്ലി വിഷ് എന്ന് പറഞ്ഞാൽ അത്രയേറെ കഠിനമായിട്ട് ആഗ്രഹമൊന്നുമില്ല ഒരു മഞ്ഞക്കുട സ്വന്തമാക്കണമെന്ന്. ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഹാസ് നോ പർട്ടിക്കുലർ അട്രാക്ഷൻ ടു യു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹമില്ലാത്തത്? ഒരു മഞ്ഞക്കുടയോട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മഞ്ഞക്കുടയുമായി ബന്ധപ്പെട്ട മെമ്മറി ഒന്നും ഇല്ല. യുവർ പേരൻസ് ഹാവ് ബ്രോട്ട് യു സെവറൽ അംബ്രല്ലാസ് സിൻസ് യുവർ ഫസ്റ്റ് ഇയർ അറ്റ് സ്കൂൾ. നിങ്ങൾ സ്കൂളിൽ പോയ ആദ്യത്തെ വർഷം മുതൽ നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് വളരെ അധികം കുടകൾ വാങ്ങി തന്നിട്ടുണ്ടാവാം. അത് പല നിറങ്ങളിലും ആവാം. സം ഓഫ് ദം ക്വൈറ്റ് കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ്. ആ വാങ്ങിച്ചു തന്നിട്ടുള്ള കുടകളിൽ പലതും വളരെ കളർഫുള്ളും വളരെ ആകർഷകമായതുമായിരിക്കും. അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആകർഷിക്കുന്നത്. There has been nothing special about a yellow umbrella in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മഞ്ഞ കുടയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ല. ബട്ട് ഫോർ ജോസഫ്, പക്ഷേ ജോസഫ്, എ യങ് ബോയ് ഫ്രം പാംസ് ഇൻ ബ്രസീൽ, എ യെല്ലോ അംബ്രല്ല വാസ് സംതിങ് സ്പെഷ്യൽ. പക്ഷേ ബ്രസീലിലെ പാംസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ഒരു ചെറിയ കുട്ടിയാണ് ജോസഫ്. അവന് യെല്ലോ അംബ്രല്ല എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം നിറഞ്ഞ ഒന്നാണ്. We learned about Joseph from two Brazilian filmmakers, Helena Hilario and Mario Pesci. ഹെലേന ഹിലറിയോ ആൻഡ് മരിയോ പെസി എന്നീ രണ്ട് ബ്രസീലിയൻ ഫിലിം മേക്കേഴ്സിൽ നിന്നാണ് നമ്മൾ ജോസഫ് എന്ന കുട്ടിയെപ്പറ്റി അറിയുന്നത്. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ഹിലേറിയോ ഗെറ്റിംഗ് എ ഫോൺ കോൾ ഫ്രം ഹർ സിസ്റ്റർ. ഈ കഥ ആരംഭിക്കുന്നത് ഹിലേറിയോയ്ക്ക് തൻ്റെ സിസ്റ്ററിൽ നിന്ന് ഒരു ഫോൺ കോൾ കിട്ടുന്നു. ഹർ സിസ്റ്റർ ഹാഡ് ബീൻ ഓൺ എ വിസിറ്റ് ടു ആൻ ഓർഫനേജ് ഇൻ പാംസ് വിത്ത് ക്രിസ്മസ് ഗിഫ്റ്റ് ഫോർ ദ ചിൽഡ്രൻ. ഹിലേറിയോയുടെ സിസ്റ്റർ ബ്രസീലിലെ പാംസ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഓർഫനേജിൽ കുട്ടികൾക്കുള്ള ക്രിസ്മസ് സമ്മാനങ്ങളുമായി വിസിറ്റിന് പോയിരുന്നു. ഓർഫനേജ് എന്ന് പറഞ്ഞാൽ അനാഥാലയം. The children at the orphanage were delighted at seeing the toys they were given. ഹിലേറിയയുടെ സിസ്റ്റർ ധാരാളം കളിപ്പാട്ടങ്ങളുമായിട്ടാണ് ആ ഓർഫനേജിൽ ചെന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് ഈ സമ്മാനങ്ങൾ കണ്ടപ്പോൾ വളരെയധികം
സന്തോഷമായി. But she noticed a boy with a mournful face who showed no interest in the toys. പക്ഷേ ആ സ്ത്രീ നിരീക്ഷിച്ചു, അതായത് ശ്രദ്ധിച്ചു. നോട്ടീസ്ഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു. അതായത് വളരെ സാഡായിട്ടുള്ള, മോൺഫുൾ എന്ന് പറഞ്ഞാൽ സാഡ്, സോറോഫുൾ, വിഷമിച്ച് നിൽക്കുന്ന എന്നാണ്. അപ്പം വിഷമിച്ച് നിൽക്കുന്ന ഒരു ആൺകുട്ടിയെ ആ സ്ത്രീ ശ്രദ്ധിച്ചു. ഹൂ ഷോഡ് നോ ഇൻട്രസ്റ്റ് ഇൻ ദി ടോയ്സ്. ആ കുട്ടിക്ക് ഈ കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങളിലൊന്നും യാതൊരു താല്പര്യവും ഇല്ല. ഷീ വെന്റ് അപ്പ് ടു ഹിം ആൻഡ് ആസ്ക്ഡ് വാട്ട് ഹി വുഡ് ലൈക്ക് ടു ഹാവ് ആസ് എ ഗിഫ്റ്റ്. അപ്പോൾ മറ്റു കുട്ടികളെല്ലാം ഈ കളിപ്പാട്ടങ്ങൾ കണ്ട് സന്തോഷിച്ചു. ഒരാൾ മാത്രം മാറി നിൽക്കുന്നു. അത് കണ്ട് ഈ സിസ്റ്റർ അവൻ്റെ അടുത്തെത്തിയിട്ട് ചോദിച്ചു, നിനക്ക് എന്താണ് സമ്മാനമായിട്ട് വേണ്ടത്? എ യെല്ലോ അംബ്രല്ല, ഹി സെറ്റ്. അവൻ എന്തു പറഞ്ഞു? എ യെല്ലോ അംബ്രല്ല, എനിക്കൊരു മഞ്ഞ കുട വേണം. ഹിസ് ഫേസ് സ്റ്റിൽ ഡൗൺ കാസ്റ്റ്. ഡൗൺ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് ഡൗൺവാർഡ്സ്, താഴേക്ക് നോക്കി തന്നെയാണ് അവൻ ഇപ്പോഴും നിൽക്കുന്നത്, നേരെ നോക്കുന്നില്ല. ഹിലാറിയോസ് സിസ്റ്റർ വാസ് പസിൽഡ്. ഹിലാറിയയുടെ സിസ്റ്റർ അമ്പരന്ന് പോയി. ബട്ട് സൂൺ ഷീ ഹാഡ് ദ വോൾ സ്റ്റോറി ഫ്രം ഹിം. പക്ഷെ പെട്ടെന്ന് തന്നെ ആ മുഴുവൻ കഥയും അവന് ഹിലാറിയയുടെ സിസ്റ്ററോട് പറഞ്ഞു. ഇറ്റ് വാസ് നോട്ട് എ വെരി ലോങ് എഗോ. അത് വളരെ കാലം മുമ്പൊന്നും അല്ല. ദ ബോയ് വാസ് അമംഗ് എ ഗ്രൂപ്പ് ഓഫ് റെഫ്യൂജീസ് ഹു ഹാഡ് അറൈവ്ഡ് ഇൻ ദി കൺട്രി ഇൻ ആൻ ഓപ്പൺ ബോട്ട്. ആ കുട്ടി ഒരു കൂട്ടം റെഫ്യൂജികളുടെ കൂട്ടത്തിലാണ് ആ രാജ്യത്തിലേക്ക് വന്നത്, ബ്രസീലിലേക്ക് വന്നത്. അതുപോലെ തന്നെ അതൊരു ഓപ്പൺ ബോട്ടിലാണ്, തുറന്ന ഒരു ബോട്ടിലാണ് എത്തിയത്. റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികൾ. അപ്പോൾ നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എപ്പോഴും വരുന്ന ഒരു വാക്കാണ്. അതായത് സ്വന്തം രാജ്യത്ത് അഭയമില്ല, അതായത് അവർക്ക് അവിടെ താമസിക്കാൻ, സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യം ഇല്ല. ഒരു സ്വന്തം രാജ്യത്ത് സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യമില്ലാതെ വരുമ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ കിട്ടുന്ന വസ്തുക്കളുമായി അവർ മറ്റൊരു രാജ്യത്തേക്ക് അഭയം തേടിയെത്തുന്നു. അതാണ് റെഫ്യൂജീസ് എന്ന് പറയുന്നത്. There were many like him all over the world. ലോകത്ത് അവരെ പോലെ ധാരാളം ആൾക്കാരുണ്ട്. Running away for fear from their countries or thrown out as unwanted people. അവരുടെ രാജ്യത്ത് നിന്ന് ഭയത്തോടെ ഓടി പോകുന്നു, അല്ലെങ്കിൽ അവരവിടെ നിന്ന് പുറന്തള്ളപ്പെടുന്നു. അതായത് ആ ഒരു രാജ്യത്ത് അവരെ ഉൾക്കൊള്ളാൻ താല്പര്യമില്ല. അങ്ങനെ വരുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യും. അതാണ് റെഫ്യൂജീസ്. ഇറ്റ് വാസ് എ റെയിനി ഡേ. അപ്പം ഈ കുട്ടി ബ്രസീലിലെത്തിയത് ഒരു മഴയുള്ള ദിവസം ആയിരുന്നു. ഹിസ് ഫാദർ ഓപ്പൺഡ് എ ബിഗ് യെല്ലോ അംബ്രല്ല ദാറ്റ് പ്രൊട്ടക്റ്റഡ് ദം ഫ്രം ദ റെയിൻ ആസ് ദേ വോക്ക്ഡ്. അപ്പോൾ അവന് ആ രാജ്യത്ത് എത്തിച്ചേർന്നു. അന്നൊരു നല്ല മഴയുള്ള ദിവസമായിരുന്നു. അപ്പം ആ മഴയുള്ള ദിവസം അവൻ്റെ അച്ഛൻ ഒരു വലിയ യെല്ലോ അംബ്രല്ല, വലിയൊരു മഞ്ഞക്കുട ചൂടി അവനെയും കൊണ്ട് നടന്നു. ദേ വെയർ ഗോയിങ് ടു ആൻ ഓർഫനേജ്. അവര് ഒരു അനാഥാലയത്തിലേക്കാണ് നടന്നു നീങ്ങിയത്. ഹിസ് ഫാദർ ലെഫ്റ്റ് ഹിം അറ്റ് ദി ഓർഫനേജ്. ദാറ്റ് വാസ് ദ ഓൺലി വേ ഔട്ട് ഫോർ ഹിം. അവൻ്റെ അച്ഛൻ അവനെ ആ ഓർഫനേജിൽ ഉപേക്ഷിച്ചെന്ന് വെച്ചാൽ അവിടെ ചേർത്തു. മറ്റൊരു പോംവഴിയും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അവനെ കൂടെ കൊണ്ടുപോകാനുള്ള സാഹചര്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഹി ഹാഡ് ബീൻ ഔട്ട് ഓഫ് വർക്ക് ഫോർ എ ലോങ് ടൈം. അദ്ദേഹം വളരെ കാലമായി ജോലിക്ക് പുറത്തായിരുന്നു, ജോലിയില്ല. ദ ഓൺലി ഹോപ്പ് ഓഫ് സർവൈവൽ ഫോർ ഹിസ് സൺ വാസ് ടു ഗ്രോ അപ്പ് ഇൻ ദി ഓർഫനേജ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, സർവൈവൽ എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്. അതായത് ജീവിതത്തിൽ അദ്ദേഹത്തിനുള്ള ഏക പ്രതീക്ഷ, നിലനിൽപ്പിനായിട്ടുള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ആ കുട്ടി ഓർഫനേജിൽ വളരുക എന്നുള്ളതായിരുന്നു. കാരണം അദ്ദേഹത്തിന് തൻ്റെ മകനെ നോക്കാനുള്ള ശേഷി ഇല്ല, സാമ്പത്തികം ഇല്ല. അതുകൊണ്ട് അദ്ദേഹം അവനെ ഓർഫനേജിലാക്കി. ദ ബോയ് വാച്ച്ഡ് ആസ് ഹിസ് ഫാദർ വോക്ക്ഡ് അവേ, റെയിൻ ഡ്രോപ്സ് ബൗൺസിങ് ഓഫ് ദ യെല്ലോ അംബ്രല്ല. ആ കുട്ടി തൻ്റെ അച്ഛൻ നടന്ന് അങ്ങ് ദൂരേക്ക് പോകുന്നത് നോക്കി നിന്നു. ആ സമയത്തെല്ലാം ആ കുടയിലേക്ക് വലിയ മഴത്തുള്ളികൾ ശക്തിയായി വന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു. ബൗൺസിങ് എന്ന് പറഞ്ഞാൽ ശക്തിയായി, ആഞ്ഞ് ശക്തിയായിട്ട് പതിക്കുന്നുണ്ടായിരുന്നു. ദാറ്റ് വാസ് ദ ലാസ്റ്റ് ടൈം ഹീ സോ ഹിസ് ഫാദർ. അതായിരുന്നു ആ കുട്ടി ജോസഫ്
തൻ്റെ അച്ഛനെ അവസാനമായി കണ്ടത്. ദ യെല്ലോ അംബ്രല്ല ഹാഡ് ബിക്കം എച്ച്ഡ് ഇൻ ഹിസ് മെമ്മറി. എച്ച്ഡ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു, ശക്തിയായിട്ട് മനസ്സിൽ പതിഞ്ഞു. ആ കുട അവൻ്റെ മനസ്സിൽ ശക്തിയായിട്ട് പതിഞ്ഞു. എപ്പോഴും അവനുള്ള ഒരു ഓർമ്മയായിരുന്നു ആ മഞ്ഞ കുട. It was as if the yellow umbrella would unite him with his family someday. അവൻ എപ്പോഴും ഓർത്തിരുന്നത് ആ മഞ്ഞക്കുട എപ്പോഴെങ്കിലും അവനെ തൻ്റെ ഫാമിലിയുമായി ചേർത്ത് വെക്കും. യുണൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചേർക്കുക. ഹിലാറിയോ വാസ് ഇംപ്രസ്ഡ് ബൈ ദി ബോയ്സ് സ്റ്റോറി. ഹിലാറിയോയ്ക്ക് ഈ കഥ വളരെ മനസ്സിൽ തട്ടി. ഇംപ്രസ്ഡ് എന്ന് വെച്ചാൽ ഹൃദയഹാരിയായിട്ട് തോന്നി, മനസ്സിൽ പതിഞ്ഞു. ഷീ തോട്ട് ഓഫ് ടേണിംഗ് ദ ബോയ്സ് പെയിൻഫുൾ മെമ്മറി ഇൻ ടു എ വർക്ക് ഓഫ് ആർട്ട്. ആ ഹിലാറിയോ ഈ കഥ അറിഞ്ഞപ്പോൾ ചിന്തിച്ചു, ഈ ജോസഫിൻ്റെ ഈ സങ്കടകരമായ ഒരു ഓർമ്മ, പെയിൻഫുൾ മെമ്മറി, ഒരു വർക്ക് ഓഫ് ആർട്ടാക്കി മാറ്റിയാലോ, ഒരു സിനിമയാക്കി മാറ്റിയാലോ. എ റെക്കോർഡ് ഓഫ് എംപതി ആൻഡ് ഹോപ്പ്. എംപതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി, ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. അത് സഹാനുഭൂതിയുടെയും പ്രതീക്ഷയുടെയും ഒരു അടയാളമായി അതൊരു വർക്ക് ഓഫ് ആർട്ടാക്കി മാറ്റിയാലോ എന്ന് ഹിലാറിയോ ചിന്തിച്ചു. ഇറ്റ് ടുക്ക് 10 years for Hilario and her associate Mario Pesci to produce the animated film Umbrella, which was the first film they made as a duo. അവര് 10 വർഷമെടുത്ത് ഹിലാറിയോയും ഹിലാറിയോയുടെ അസോസിയേറ്റ് ആയ മരിയോ പെസി, ഇവർ രണ്ടുപേരും കൂടി ഇതൊരു അനിമേഷൻ സിനിമയാക്കി മാറ്റി. വിച്ച് വാസ് ദ ഫസ്റ്റ് ഫിലിം ദേ മെയ്ഡ് ആസ് എ ഡ്യുവോ. അവർ രണ്ടുപേരും കൂടി ചേർന്ന് ആദ്യമായിട്ട് നിർമ്മിച്ച ഒരു സിനിമയായിരുന്നു ഇത്. ഇറ്റ് വാസ് റിലീസ്ഡ് ഇൻ 2019. 2019 ഇത് റിലീസ് ചെയ്തത്. അതിനും 10 വർഷം മുമ്പാണ് ജോസഫിനെ കണ്ടുമുട്ടിയത്. ഇറ്റ് റിസീവ്ഡ് ആൻ ഓസ്കർ നോമിനേഷൻ ആൻഡ് വെന്റ് ഓൺ ടു വിൻ റെക്കഗ്നീഷൻ അറ്റ് സെവറൽ ഫിലിം ഫെസ്റ്റിവൽസ്. ഇത് ഓസ്കർ നോമിനേഷന് തിരഞ്ഞെടുക്കപ്പെടുകയും അതുപോലെ ലോകത്തെ മിക്ക ഫിലിം ഫെസ്റ്റിവൽസിനും ഇത് പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴും ഇന്റർനെറ്റിലൊക്കെ ലഭ്യമാണ്, ഓൺലൈനിലൊക്കെ വളരെയധികം പേര് കണ്ടു കഴിഞ്ഞ ഒരു അനിമേഷൻ മൂവിയാണ് ഈ അംബ്രല്ല. അംബ്രല്ല ഇസ് എ ഫിലിം that can both entertain and enlighten grown-ups and children alike. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ എന്റർടൈൻ ചെയ്യിപ്പിക്കുകയും, അതായത് അവർക്ക് ആസ്വദിക്കാൻ പറ്റുകയും അതുപോലെ അവരെ ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു സിനിമയാണ്. ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ലവ് ആൻഡ് ഹോപ്പ്. ഇത് സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു കഥയാണ്. ഇറ്റ് വിൽ കീപ്പ് അവർ ഫെയ്ത്ത് ഇൻ ദി വാല്യൂ ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇത് നമ്മുടെ വിശ്വാസം, ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസം, അതായത് മനുഷ്യൻ്റെ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ്, അതുപോലെ റെസ്പോൺസിബിലിറ്റി, മറ്റു മനുഷ്യരോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം, ഇതിലൊക്കെയുള്ള നമ്മുടെ വിശ്വാസത്തെ സൂക്ഷിക്കുന്ന ഒരു സിനിമയാണ് ഈ അംബ്രല്ല എന്ന് പറയുന്നത്.